എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു ടേസ്റ്റി ഇന്നോവേഷൻസ്. ഇന്ന് നമ്മൾ ചവ്വരി കൊണ്ടുള്ള ഒരു റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സാധാരണ ചവ്വരി വെച്ചിട്ട് ഉപ്പുമാവ് അതുപോലെ തന്നെ കിച്ചടിയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ചവ്വരി കൊണ്ടുള്ള ലെമൺ റൈസാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെ ചെയ്യാം, അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചവ്വരിയാണ് എടുത്തിരിക്കുന്നത്. ചവ്വരി അല്ലെങ്കിൽ സാബുദാന എന്നും പറയും. അപ്പോൾ ഇത് നമുക്കൊന്ന് സോക്ക് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ്. അപ്പോൾ വെള്ളം ഒഴിക്കുമ്പോൾ ശ്രദ്ധിക്കണം, കൂടുതൽ ഒഴിക്കാൻ പാടില്ല. കാരണം കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് പരസ്പരം ഒട്ടിപ്പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങളിപ്പോൾ എത്ര അളവാണോ ചവ്വരി, അതായത് 1 ഗ്ലാസ് ചവ്വരിയാണ് എടുക്കുന്നുണ്ടെങ്കിൽ ഒരു 1.25 ഗ്ലാസ് വെള്ളം ആ ഒരു രീതിയിൽ ഒഴിച്ചാൽ മതി. ചവ്വരി മുങ്ങി നിൽക്കുന്ന രീതിയിൽ അത്രയും മതി. ഇതൊരു 4-5 മണിക്കൂർ നമ്മൾ സോക്ക് ചെയ്യാൻ വെക്കണം. അതിനുശേഷം നമുക്ക് ലെമൺ റൈസ് ഉണ്ടാക്കാം. 4-5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സാബുദാന നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി പൊട്ടി പോവാത്ത രീതിയിൽ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ കറക്റ്റായിട്ട് വെള്ളം വെച്ചാൽ ഇതേപോലെ നമുക്ക് കിട്ടും. ഇത് നമ്മൾ സോക്ക് ചെയ്യുന്നതിൻ്റെ മുന്നേ ഒന്ന് വാഷ് ചെയ്തിട്ട് വേണം സോക്ക് ചെയ്യാൻ. അത് ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ ഒന്ന് കഴുകിയ ശേഷം മാത്രമാണ് വെള്ളത്തിലിട്ട് വെക്കേണ്ടത്. നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങായി. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചു. അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം കടുക് ചേർത്ത് കൊടുക്കാം. കടുക് നന്നായിട്ട് പൊട്ടി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം കടല ചേർത്ത് കൊടുക്കുകയാണ്. കടല നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ കൂടുതൽ ചേർക്കാവുന്നതാണ്. എന്നിട്ട് കടലയും നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. കടല നന്നായിട്ട് ഫ്രൈ ആയി വരുമ്പോൾ നമ്മളതിലേക്ക് സവാള ചേർത്ത് കൊടുക്കുകയാണ്. ഒരു ചെറിയ സവാള ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞതാണ്. അതൊന്ന് വഴറ്റി കൊടുക്കണം. പിന്നെ നമ്മളതിലേക്ക് ചേർക്കുന്നത് പച്ചമുളകാണ്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. നിങ്ങൾക്ക് എത്ര എരിവ് വേണോ അതിനനുസരിച്ച് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. പിന്നെ അതിലേക്ക് കുറച്ച് കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇനി നമ്മളതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഒരു 1/2 ടീസ്പൂണോളം മതി. എന്നിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ആയ ശേഷം അതിലേക്ക് നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന സാബുദാന നമുക്ക് ചവ്വരി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമ്മൾ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ഒരു 5 മിനിറ്റ് അത്രേ എടുക്കുള്ളൂ ഇത് വെന്ത് കിട്ടാൻ. നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. കളറൊക്കെ മാറി വൈറ്റ് കളറിൽ നിന്നും അത് ട്രാൻസ്പാരൻ്റ് ആയിട്ട് മാറും. അപ്പോഴാണ് അത് വെന്ത് വരുന്നത്. അത് വെന്ത ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് നാരങ്ങ നീര്, ഒരു ചെറിയ കഷ്ണം നാരങ്ങ നമുക്ക് പിഴിഞ്ഞൊഴിക്കാം. അതുപോലെ തന്നെ കുറച്ച് മല്ലിയില കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് വീണ്ടും നന്നായിട്ട് മിക്സ് ചെയ്തെടുത്താൽ മതി. നമ്മളുടെ ടേസ്റ്റി ആയിട്ടുള്ള ലെമൺ റൈസ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. അപ്പോൾ അതിന് മുന്നേ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നമുക്ക് വീണ്ടും പുതിയ റെസിപ്പീസായിട്ട് കാണാം. താങ്ക്